വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഡെസേർട്ട്. ഇപ്പം ക്രിസ്മസ് വരുമല്ലേ, ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പോകണേ. അതിന് വേണ്ടിയിട്ട് ഒരു 750 ഗ്രാം പാലെടുത്ത് വെച്ചിട്ടുണ്ടേ. അതായത് ഒരു 1.5 കവറ് പാല്. ഇതിന് വേണ്ടി ഈ പാലിനകത്ത് ഒരു 150 ഗ്രാം കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ടേ, കോൺ സ്റ്റാർച്ച്. അതിനകത്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഒരു ടിൻ മിൽക്ക് മെയ്ഡ്, കണ്ടൻസ്ഡ് മിൽക്ക്, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് 380 ഗ്രാമിൻ്റെയാണ്. ഞാൻ മൊത്തം ഒഴിക്കുന്നില്ല, ഒരു 300 ഗ്രാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ക്യാമറ മാറ്റി ഗ്യാസ് ഓണാക്കാം. ഇത് നല്ലതുപോലെ ഇറക്കി കൊടുത്തോണ്ടിരിക്കണേ, കുറുകി കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് മൊത്തം ഒഴിച്ചു കൊടുക്കേ. അത് 380 ഗ്രാമിൻ്റെ ഒരു ഞാൻ ഇത്ര വെച്ചിട്ടുള്ളൂ. ഒരു 80 ഗ്രാമിന് വേണ്ടി മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളേ, ബാക്കി ഒഴിച്ചിട്ടുണ്ട്. 380 ഗ്രാം മിൽക്ക് മെയ്ഡായിരുന്നേ. അപ്പം ഞാൻ ഇത് മധുരം വേണമെന്നവർക്ക് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മധുരം വേണം, നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു ഇപ്പം തന്നെ ഈ സമയത്ത് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആയിട്ടേ ഒന്ന് റെഡിയായി വരട്ടെ. അജിക്കിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഇത് നല്ല കുറുകി വന്നേ. തീ തിളച്ച് കഴിയുമ്പോൾ ഇത് തീ കുറച്ചിടണം. പിന്നെ സിമ്മിലേ ഇട്ടത് കുറുക്കിയെടുക്കാവേ. ഇനി ഇതിനകത്ത് ഒരു 50 ഗ്രാം ഉരുക്കിയ ബട്ടർ അത് ഒഴിച്ചു കൊടുത്തേ. മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തേ. ഇനി ഇതിലോട്ട് ഒരു 100 ഗ്രാം കിസ്മിസ്, കുരുവില്ലാത്ത, അത് കഴുകി ഞാൻ വച്ചിരിക്കുന്നേ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് മഞ്ഞ കിസ്മിസ് ഇല്ലേ, കുരുവില്ലാത്ത, അതും ഇട്ട് കൊടുക്കാം. അതും കഴുകി വെച്ചേക്കാണ്. അത് 100 ഗ്രാം ഉണ്ടേ. പിന്നെ ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 50 ഗ്രാം ഈത്തപ്പഴം, അതും കഴുകി അരിഞ്ഞ് വെച്ചേക്കാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ തുടക്കുമ്പം തന്നെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കിസ്മിസൊക്കെ ഇല്ലേ കഴുകി എടുത്ത് വെച്ചേക്കണം. അന്നേരം ചെറിയൊരു കുതിർന്ന് വരികയും ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആകുമ്പോഴത്തേക്ക് അതിനകത്തിട്ട് കൊടുക്കുകയും ചെയ്യേ. ഇതിനകത്ത് 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ചെറിയ സിമ്മിൽ കിടക്കെ. ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. നല്ലൊരു ഡെസേർട്ടാണ്. തണുപ്പിച്ചും കഴിക്കാം, തണുക്കാതെയും കഴിക്കാം.
തീ എപ്പോഴും സൂക്ഷിക്കണേ, ചെറിയ തീയായിരിക്കണം. 2 മിനിറ്റ് ഞാനൊന്ന് സിമ്മിയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തേ. മതി. ഇനി നമുക്കിത് നമുക്കിഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഏത് ഷേപ്പുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. കൊച്ചു ബൗളിനകത്ത് ഒഴിച്ച് വെക്കാം. അതെ, ഞാൻ ഗ്യാസ് ഓഫാക്കിയാണ്. ക്യാമറ ഇങ്ങോട്ട് മാറ്റാം. ഇതിനകത്തോട്ട് ഒഴിച്ചു വെക്കേ. ഇത് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കേ. ചൂടോടെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കല്ലേ. നല്ലതൊന്ന് തുറക്കെ ഒന്ന് നല്ല റെഡിയാക്കിയെടുക്കേ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇത് തണുത്തിട്ട് ഞാൻ ഇത് കഷ്ണിച്ച് കാണിക്കേ, കണ്ടിച്ച് കാണിച്ച് കാണിക്കേ. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇത് തണുക്കട്ടെ. ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മളെ ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ച റിസൾട്ട് നോക്കേ. ഓക്കെ, ഇപ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂറോളമായി ഇത് വെച്ചിട്ട്. നല്ല തണുത്ത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം. കണ്ടിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നല്ല മണം. ഇതിന് ഇതൊന്ന് തട്ടിക്കേ. നമ്മുടെ നല്ല മണം ഇതിന്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം, തണുപ്പിച്ച് കഴിക്കാം. ഒന്നി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല എയർ ടൈറ്റ് ആയിട്ടൊരു കണ്ടെയ്നറിനകത്ത് വെച്ചേക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എപ്പോഴും കവർ ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ക്രിസ്മസിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.